നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂ എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി 2 തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നെന്നും മന്ത്രി. PM ശ്രീയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. സിറ്റിവിഷൻ ബ്രേക്കിംഗ്. സേനാപതി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടപടിയെടുത്ത് പുറത്താക്കിയ വിഷയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയാതെയെന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MB ജോസ് സിറ്റിവിഷനോട്. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി നിരാശാജനകമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി. ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി. ഇടുക്കി കരുണാപുരത്തെ വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. 63-കാരനായ കുഴിത്തോളു ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത്. സുകുമാരന്റെ അച്ഛന്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂവെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി 2 തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നു. 27 നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തീരുമാനം പറയും. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പോയത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവിന് ശേഷം പറയാം. UDFിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും CPIക്ക് ഇല്ല എന്നും ചിഞ്ചുറാണി കട്ടപ്പനയിൽ പറഞ്ഞു. 2 പ്രാവശ്യം കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത് അജണ്ടയായിട്ട് വരികയും ഞങ്ങൾ അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഇത് എങ്ങനെയാണ് പോയി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇത് ആരും ഒപ്പിട്ട് വിട്ടു എന്നുള്ളതോ അത് കേന്ദ്രം എങ്ങനെയാണ് ഇത് അംഗീകരിച്ചു എന്നുള്ളതോ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ കൂടിയിരുന്നു. ഈ വരാൻ പോകുന്ന 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടാൻ പോവുകയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അത് അറിയിക്കും. അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക്. ഇതുവരെ അങ്ങനെ അല്ല പോയത്, ഒരുമിച്ച് പോയത്. അതൊക്കെ 27 കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോഴേ എന്തിനാ ഇതൊക്കെ പറയുന്ന? ചർച്ച ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ 27 കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും, ഉറപ്പാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനാകില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്നും ബാലഗോപാൽ ഇടുക്കി കുട്ടിക്കാനത്ത് പറഞ്ഞു. ഇന്നലെ ടൂറിസം മിനിസ്റ്റർ സംസാരിച്ചു, പിന്നെ സംസ്ഥാന സെക്രട്ടറി ഗൗതം മാഷ് സംസാരിച്ചു. ആ കാര്യം സംബന്ധിച്ചും അവർ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വരും. ആ വിഷയം സംബന്ധിച്ച് സംസാരിച്ചു. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ മന്ത്രിസഭാ യോഗത്തിലൊന്നും കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല എന്നുള്ള മന്ത്രിസഭാ യോഗത്തിനകത്തെ കാര്യമൊന്നും ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറയാൻ പാടില്ല. ആ സംഭവം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമെന്നും അല്ലെങ്കിൽ പരിശോധിക്കുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ അതിനപ്പുറം വേറൊന്നും പറയാനില്ല. സിറ്റിവിഷൻ ബ്രേക്കിംഗ്. സേനാപതി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഡ്രയറുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടപടിയെടുത്ത് പുറത്താക്കിയ വിഷയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയാതെയെന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MB ജോസ് സിറ്റിവിഷനോട്. നടപടി പിൻവലിക്കാൻ മണ്ഡലം പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പിൻവലിച്ചില്ലെങ്കിൽ നോട്ടീസ് നൽകുകയും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും MB ജോസ് വ്യക്തമാക്കി. ബാങ്ക് ഭരണസമിതിയുടെ തീരുമാനത്തിനൊപ്പമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെന്നും MB ജോസ് പറഞ്ഞു. നേതൃത്വം നടപടിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഈ തീരുമാനം പിൻവലിക്കണം, റദ്ദാക്കണം എന്നുള്ള വിവരം മണ്ഡലം പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് അത് ചെയ്യുന്നില്ല എങ്കിൽ ബാക്കി നോട്ടീസ് കൊടുത്തുകൊണ്ട് മറ്റു നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ വിഷയങ്ങളുണ്ടാകുന്നതിന് മുൻപ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. കാലാവധി തീർന്ന സ്ഥിതിക്ക് കരാറുകാരനെ ഒഴിവാക്കണം, ആ ഒരു നടപടിയിലേക്ക് പോകണമെന്നുള്ള ബോർഡ് കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞിരുന്നു. അവരതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞിരുന്നു. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി നിരാശാജനകമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി. റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കോടതി ഉത്തരവാണ് ഇന്നുണ്ടായിട്ടുള്ളതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി പറഞ്ഞു. നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടി സ്വീകരിക്കേണ്ടെന്ന ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു.
ദേശീയപാത 85ന്റെ ഭാഗമായി നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്ന പുനഃപരിശോധനാ ഹർജി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചു. തുടർന്നുണ്ടായ കോടതി വിധി നിരാശാജനകമെന്നതാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നിലപാട്. റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയുള്ള കോടതി ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി ആവശ്യപ്പെട്ടു. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഇന്ന് വന്നത് വളരെ നിരാശാജനകമാണ് എന്നേ പറയാൻ കഴിയൂ. കാരണം സർക്കാരിൻ്റെ ബെഞ്ചിലേക്ക് ചീഫ് സെക്രട്ടറി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവിട്ടിട്ടുള്ളത്. ജൂലൈ മാസം 11-ാം തീയതി വളരെ ആവേശത്തോടു കൂടി നിർമ്മാണം നിരോധിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച ഹൈക്കോടതി തന്നെയാണ് വളരെ ഉദാസീനമായി ഈ കാര്യത്തിൽ സർക്കാരിനെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് ഹൈറേഞ്ച് ജനതയ്ക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്നു. നവീകരണം നടക്കേണ്ടുന്ന നേരിമംഗലം മുതൽ വാളർ വരെയുള്ള 14.5 കിലോമീറ്റർ ഭാഗത്തെ റോഡിന്റെ അളവുകൾ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് നൽകണം. വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ രേഖകളും പരിശോധിച്ച ചീഫ് സെക്രട്ടറി ന്യായമായ സമയത്തിനുള്ളിൽ ഉത്തരവിറക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാമെന്നും കോടതി അറിയിച്ചു. വനഭൂമിയുടെയും അതിന്റെ വിസ്തൃതിയെയും സംബന്ധിച്ചും പരസ്പര വിരുദ്ധമായ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ച രീതിയെ സംബന്ധിച്ചും കോടതി അതൃപ്തി അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. 63-കാരനായ കുഴിത്തുളു ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത്. സുകുമാരന്റെ അച്ഛന്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നത്. കൊല്ലപ്പെട്ട സുകുമാരനും സുകുമാരന്റെ അച്ഛന്റെ പെങ്ങളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിൽ സുകുമാരനെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസും നൽകിയിരുന്നു. പാലാ സ്വദേശിനിയായ ഇവർ 15 ദിവസം മുമ്പാണ് സുകുമാരന്റെ വീട്ടിലെത്തിയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇതാവാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സുകുമാരനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സുകുമാരന്റെ ബന്ധുവായ സ്ത്രീക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ മാസം 26-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കല്ലാർ, കാന്തല്ലൂർ PHCകൾക്കായി പണി കഴിപ്പിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 26-ന് നടക്കുമെന്ന് അഡ്വക്കേറ്റ് A രാജ MLA അടിമാലിയിൽ പറഞ്ഞു. ഈ മാസം 26-ന് വൈകിട്ട് 4-നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ക്രമീകരിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാത്ത് ലാബ് CCU യൂണിറ്റിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും 1-2 നിലകളാണ് OP ബ്ലോക്കിനു വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കല്ലാർ, കാന്തല്ലൂർ PHCകൾക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 26-ന് നടത്തുമെന്ന് അഡ്വക്കേറ്റ് A രാജ MLA അടിമാലിയിൽ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം വേണമെന്നുള്ളത് ദീർഘനാളത്തെ ആവശ്യമാണ്. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ 12.5 കോടി രൂപയുടെ പുതിയ ബിൽഡിംഗാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം കല്ലാർ വട്ടയാറിലുള്ള PHC അതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും കാന്തല്ലൂർ PHCയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയാണ്. 6 മാസം മുമ്പ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ OP വിഭാഗം പ്രവർത്തിച്ചു വരുന്നത്. പുതിയ സ്ഥല സൗകര്യം ഒരുക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ കാത്ത് ലാബ്, CCU യൂണിറ്റ്, എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത്. ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 1-ാം നിലയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, 2-ാം നിലയിൽ പീഡിയാട്രിക്സ്, ഒഫ്താൽമോളജി, ഡെന്റൽ, ENT, ജനറൽ OP, ഫീവർ ക്ലിനിക്ക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി കാഞ്ചിയാറ്റിൽ മദ്യലഹരിയിൽ പോലീസുകാരൻ ഓടിച്ച വാഹനം ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിന് പിന്നാലെ നാട്ടുകാർ പോലീസുകാരനായ ബിജുമോനെ തടഞ്ഞുവെച്ചു. പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി DCRB ഗ്രേഡ് SI ബിജു മോഹനാണ്
മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത്. ബിജുമോൻ ഓടിച്ച വാഹനം മറ്റൊരു കാറിലും 2 ബൈക്കുകളിലും ഇടിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കാഞ്ചാർ സ്വദേശി സണ്ണി ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാർ ഓടിക്കൂടി വാഹനം തടഞ്ഞിട്ട് പോലീസിൽ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ കട്ടപ്പന പോലീസ് ബിജുമോനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോലയിൽ മോഷണ ശ്രമത്തിനിടെ യുവതിയെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്നവർ നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ആക്രമണം നടത്തിയത് പ്രായപൂർത്തിയാകാത്തവരെന്ന സംശയം. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ 2 പേർ പിറകിൽ നിന്നും എത്തി ആക്രമിക്കുവാൻ ശ്രമിച്ചുവെന്നും ഇത് തടയുന്നതിനിടയിൽ കത്തികൊണ്ട് ശരീരത്തിൽ വെട്ടിയെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ഇതനുസരിച്ച് മേഖലയിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTVകൾ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ഇതേസമയം പ്രായപൂർത്തിയാകാത്തവരാണ് ആക്രമണം നടത്തിയത് എന്നാണ് സംശയിക്കുന്നത്. ഇതിനാൽ തന്നെ നിലവിൽ ഇട്ടിട്ടുള്ള FIR നിലനിൽക്കില്ല. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രോഹിണി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജക്കാട് പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഉൾപ്പെടുന്ന കള്ളിമാലി അമ്പലക്കവല റോഡ്, കള്ളിമാലി ചെരുപുറം റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെ റോഡുകൾ നന്നാക്കാൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ആരോപണം. ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനൊരുങ്ങി കോൺഗ്രസ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കള്ളിമാലി വ്യൂ പോയിന്റിലേക്കുള്ള റോഡാണ് അമ്പലക്കവല കള്ളിമാലി റോഡ്. ടാറിൻ തകർന്ന റോഡിൽ കുഴികൾ രൂപപ്പെട്ട് കുളങ്ങൾക്ക് സമാനമായ രീതിയിൽ ചെളിക്കുണ്ടായി മാറിയ സാഹചര്യത്തിലാണ് റോഡ് ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഭരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ റോഡ് നന്നാക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പൗലോസ് കൂട്ടുങ്കൽ, വാർഡ് സെക്രട്ടറി വിൻസെന്റ് തലച്ചിറ, വാർഡ് പ്രസിഡന്റ് ഏലിയാസ് മുകളേൽ എന്നിവർ പറഞ്ഞു. 100 കണക്കിന് വാഹനങ്ങളും 10ഓളം സ്കൂൾ ബസ്സുകളും അതുപോലെ ടൂറിസ്റ്റിൻ്റെ ശനി ഞായർ ദിവസങ്ങളിലുള്ള ബസ്സുകളും വരുന്ന ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥയാണിത്. അന്ന് മത്സരിച്ചപ്പോൾ മന്ത്രിയുടെ ഗവൺമെൻറ് ഭാര്യ ആണ് ഞങ്ങൾക്ക് നാട്ടിൽ ഭയങ്കരമായ വികസനം വരും എന്ന് പറഞ്ഞ് മത്സരിച്ച് 5 വർഷം തീരാൻ പോകുന്ന സാഹചര്യത്തിൽ കള്ളിമാലി റോഡും അതുപോലെ കള്ളിമാലി ചെരുപുറം റോഡ്, കള്ളിമാലി എരപ്പനപ്പള്ളി റോഡ്, ഈ റോഡുകളെല്ലാം വളരെ ശോചനീയാവസ്ഥയായിട്ട് തകർന്നു കിടക്കുകയാണ്. 10ഓളം സ്കൂൾ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും KSRTCയുടെ ഉല്ലാസ യാത്രാ ബസ്സുകളും സഞ്ചരിക്കുന്ന കള്ളിമാലി ക്ഷേത്രത്തിലേക്കും കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം കേന്ദ്രത്തിലേക്കുമുള്ള ഈ റോഡുകൾ അടിയന്തരമായി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നും റോഡിലെ വെള്ളക്കെട്ട് നിൽക്കുന്ന വലിയ കുഴികൾ അടക്കണമെന്നും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നും കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, രാജാക്കാട്. BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തൻപാറയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി C. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പീഡനക്കേസിൽ പരാതി നൽകിയിട്ടും CPIM നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നതിനെതിരെയായിരുന്നു ശാന്തൻപാറയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് തയ്യാറാകുന്നില്ല. HRTT യൂണിയന്റെ നേതാവായ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും C. സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി. അത്തരത്തിൽ കേസെടുക്കുവാൻ CIPയുടെ നേതാവിനെതിരെ കേസെടുക്കുവാൻ സാധിക്കില്ല എന്ന ഒരു പോക്സോ കേസിന്റെ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനോടും ഈ പോലീസ് അധികാരികളോട് പറയുവാനുള്ളത്, ഞങ്ങളുടെ പ്രവർത്തകയൊന്നുമല്ല, ഞങ്ങളുടെ പ്രവർത്തകനുമല്ല, പക്ഷേ ഈ നാടിന്റെ ഒരു ആവശ്യമെന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വരുന്നത്. ഭാര്യയ്ക്ക് മോശം മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്യാൻ എത്തിയവരെ ആക്രമിക്കുകയും പിന്നീട് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്ന നിലപാടാണ് CPIM പ്രാദേശിക നേതൃത്വം സ്വീകരിച്ചതെന്നും BJP സംഘപരിവാർ പ്രവർത്തകരെ കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കാമെന്നത് CPMന്റെ വ്യാമോഹമാണെന്നും C. സന്തോഷ് കുമാർ പ്രതികരിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KP അനീഷ് അധ്യക്ഷത വഹിച്ചു. VS സജിമോൻ സ്വാഗതം ആശംസിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. NP ശശിധരൻ, KD അജയ്കുമാർ, അരുൺ അമ്പാടി, ബിജു കോട്ടയിൽ, ബിനു അമ്പാടി, ശശീന്ദ്രൻ കുരുവിക്കാട്ട്, ബിനോയ് ആനിക്കാട്ട്, ബാലൻ തെക്കേരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, പൂപ്പാറ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നാളെ നടക്കും. വൈകിട്ട് 4-ന് ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപമുള്ള കെട്ടിടത്തിൽ ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് സിബി കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന മുഖ്യപ്രഭാഷണം നടത്തും. ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ്, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈനി സജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് പൊട്ടംപ്ലാക്കൽ, ചാക്കോ നടുക്കുടി, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു പി ജോൺ, ജില്ലാ കമ്മിറ്റി അംഗം PD ദേവസ്യ, നിയോജക മണ്ഡലം സെക്രട്ടറി OS ജോസഫ് എന്നിവർ പ്രസംഗിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഈ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് രാജാക്കാട് പഞ്ചായത്ത് തുടർച്ചയായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് വിരാമം കുറിക്കുന്നതിനുള്ള ശക്തമായ പ്രവർത്തനം ഐക്യജനാധിപത്യ മുന്നണിയോട് ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി, പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് നാളെ നടക്കുന്നത്. നിരവധി പുതിയ പാർട്ടി പ്രവർത്തകർ നാളെ അംഗത്വം കൂടി സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നിലപാടുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ബഹുജനങ്ങളും ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകകൂടി ചെയ്യുന്നു. കളിപ്പാട്ടങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണോദ്ഘാടനം നടന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കുമാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടന്നത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ഉദ്ഘാടനം ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജകുമാരി പഞ്ചായത്തിന്റെ പ്ലാൻ വികസന ഫണ്ടിൽ നിന്നും 3,25,000 രൂപ ഉപയോഗിച്ചാണ് അംഗൻവാടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കളിക്കാനുള്ള ഉപകരണങ്ങൾ, സ്റ്റേഷനറി ഉപകരണങ്ങൾ, റാക്കുകൾ, പാത്രങ്ങൾ തുടങ്ങി അംഗൻവാടിയുടെ ആവശ്യമനുസരിച്ചാണ് ഓരോ അംഗൻവാടികൾക്കും ഉപകരണങ്ങൾ നൽകിയത്. പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളെയും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു നിർവഹിച്ചു. സ്മാർട്ടാക്കുക എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ട് നമുക്കറിയാം, ഒറ്റയടിക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാം നിരത്തി എല്ലാം നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. ലഭ്യമാകുന്ന ഫണ്ടിൽ നിന്നുകൊണ്ട് പടിപടിയായിട്ടുള്ള വികസനമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ, പഞ്ചായത്ത് മെമ്പർമാർ, അംഗൻവാടി ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. ആനച്ചാലിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതായി പരാതി. കൊടുങ്ങല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് മർദ്ദനമേറ്റത്. ഷാഹുൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഡ്രൈവർ പോലീസിൽ പരാതി നൽകി. മാലി സ്വദേശികളായ സഞ്ചാരികളുമായി മൂന്നാറിലെത്തിയ ശേഷം തിരികെ പോകും വഴി വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആനച്ചാൽ ടൗണിന് സമീപം വെച്ച കാർ ഡ്രൈവർക്ക് മർദ്ദനമേറ്റുവെന്നാണ് പരാതി. കൊടുങ്ങല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് മർദ്ദനമേറ്റത്. ആനച്ചാൽ ടൗണിന് സമീപം സ്കൂട്ടറിലെത്തിയ സംഘം വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതാണ് ചോദ്യം ചെയ്തത്. തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും കാർ ഡ്രൈവർ പറയുന്നു.
മൂന്നാറിലേക്ക് ഗസ്റ്റിനെ കൊണ്ടുവരികയും പിന്നെ തിരിച്ചു കൊണ്ടുപോകും വഴി ഒരു സ്കൂട്ടർ യാത്രികൻ സൈഡ് കൊടുക്കാത്തതിനെ പറ്റി തർക്കമാവുകയും എന്നെ വാഹനത്തിൽ വെച്ച് എന്നെ മർദ്ദിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി എൻ്റെ മുക്കിൻ്റെ എല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഷാഹിലിന്റെ മൂക്കിന് പൊട്ടലേറ്റു. ഷാഹുൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ അടിമാലി. പീരുമേട് സബ് ജില്ലാ ശാസ്ത്രമേളയിൽ തിളങ്ങിയ OMLP സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. കുട്ടികളെ അനുമോദിക്കാൻ സ്കൂളിൽ വിജയോത്സവ് 2K25 എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ശാസ്ത്ര കഴിവുകൾ പരിപോഷിപ്പിക്കുവാൻ സംഘടിപ്പിക്കുന്ന ശാസ്ത്രോത്സവത്തിൽ മലനാടിന്റെ മാനം കാത്ത OMLP സ്കൂളിലെ കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തിയ അധ്യാപികമാർ പരിപോഷിച്ചപ്പോൾ മത്സരിച്ച ഇനങ്ങളിലെല്ലാം 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു. പ്രധാന അധ്യാപിക പ്രീതി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള അധ്യാപികമാർ ചേർന്നാണ് കുട്ടികളെ പരിശീലിപ്പിച്ച വിജയത്തിലേക്ക് എത്തിച്ചത്. PTIയുടെ നിസ്സീമമായ സഹകരണം വിജയത്തിന്റെ മാറ്റു വർദ്ധിപ്പിച്ചു. കുട്ടികളുടെ വിജയം ആഘോഷിക്കുവാനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗണിതശാസ്ത്രമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പും ശാസ്ത്രമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പും സാമൂഹ്യ ശാസ്ത്രമേളയിൽ റണ്ണറപ്പും നേടി. പ്രവൃത്തി പരിചയമേളയിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടാൻ കഴിഞ്ഞു. വിജയികൾക്ക് ട്രോഫിയും സമ്മാനങ്ങളും വിതരണം നൽകി ആദരിച്ചു. ഈ വിജയത്തിന് അർഹരാണ്. നമ്മുടെ ജില്ലയിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള സ്കൂളുകളിൽ ഒന്നായിട്ട് നമ്മുടെ OMLP സ്കൂൾ മാറി അത് നിർവഹണത്തിന് പോകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം എല്ലാവർക്കും ഒരു 36ാം സ്കൂൾ മാതൃകയിൽ സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിന്റെ ഉദ്ഘാടനം ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ഏറത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സത്യനാഥ്, രശ്മി PR എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജോജു ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് മനു ആന്റണി, പ്രധാന അധ്യാപിക പ്രീതി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. അടിമാലി ക്ലബ്ബ്, തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ ഈ മാസം 26-ന് അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് പരമാവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലി ക്ലബ്ബ്, തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ ഈ മാസം 26-ന് രാവിലെ 9 മുതലാണ് 2 മണിവരെ അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഡിയോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപീഡിക്സ്, നെഫ്രോളജി, യൂറോളജി, ജനറൽ സർജറി, ENT, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക് തുടങ്ങിയ 20ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ECG, ഡോക്ടർ കൺസൾട്ടേഷൻ, പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായിരിക്കും. മറ്റ് ഓപ്പറേഷനുകളും ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകളും കുറഞ്ഞ ചെലവിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 26 വരെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നതാണെന്നും സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റും സെന്റ് മേരീസ് ഹോസ്പിറ്റൽ കാർഡിയോളജി മേധാവിയുമായ ഡോക്ടർ മാത്യു അബ്രഹാമിൻ്റെയും കേരളത്തിലെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധനും ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ജേക്കബ് അബ്രഹാമിൻ്റെയും ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ തോമസ് അബ്രഹാമിൻ്റെയും നേതൃത്വത്തിൽ 20ഓളം വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കും. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം 26-ന് രാവിലെ 9 മണിക്ക് അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിക്കും. സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തും. കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് പരമാവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം.
ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ, വെള്ളി ഗ്രാമിന് 170 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂ എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി 2 തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നെന്നും മന്ത്രി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്ന മന്ത്രി KN ബാലഗോപാൽ. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. സേനാപതി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടപടിയെടുത്ത് പുറത്താക്കിയ വിഷയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിയാതെയെന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MB ജോസ് സിറ്റി വിഷനോട്. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി നിരാശാജനകമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി. ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി. ഇടുക്കി കരുണാപുരത്തെ വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. 63-കാരനായ കുഴിത്തോളു ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത്. സുകുമാരന്റെ അച്ഛന്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.